സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും പ്രഖ്യാപിച്ചതോടെ പത്തനംതിട്ട മണ്ഡലത്തിൽ പ്രചരണം ഊർജിതമായിരിക്കുകയാണ്. എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി, യു.ഡി.എഫിന്റെ ആന്റോ ആന്റണി, എൽ.ഡി.എഫിന്റെ ഡോക്ടർ തോമസ് ഐസക് എന്നിവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം വോട്ടർമാരെയും നേരിൽ കാണുന്നുണ്ട്. ബി.ജെ.പി യുവനേതാവും പാർട്ടി ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ കെ ആന്റണി ജാതി മതഭേദമന്യേ മണ്ഡലത്തിലെ പ്രമുഖരെ നേരിൽ കണ്ടും പ്രമുഖ ദേവാലയങ്ങൾ സന്ദർശിച്ചുമാണ് ഒന്നാംഘട്ട പ്രചരണം കൊഴുപ്പിക്കുന്നത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൻ.ഡി.എ എതിരാളികളെ ഞെട്ടിക്കുന്ന നീക്കമാണ് നടത്തിയത്. തുടക്കത്തിൽ ഇടത് കോൺഗ്രസ് അനുകൂലികളായ മാധ്യമപ്രവർത്തകർ പി.സി. ജോർജിനെ അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്തനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ ജലരേഖയാകുന്നതാണ് പിന്നീട് കണ്ടത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ മകനെ താമര അടയാളത്തിൽ മണ്ഡലത്തിൽ വിജയകിരീടം അണിയിച്ചേ വിശ്രമത്തിനുള്ളൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇപ്പോൾ പി.സിയുടെ പ്രവർത്തനം. മുൻ ധനമന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് എൽ.ഡി.എഫ് ആണ് മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കമിട്ടത്. ആദ്യം പ്രചരണം തുടങ്ങിയതിലൂടെ എൽ.ഡി.എഫ് കൈവരിച്ച മുൻതൂക്കം ചടുലവും ചിട്ടയാർന്നതുമായ പ്രവർത്തനത്തിലൂടെ വളരെ പെട്ടെന്ന് മറികടക്കാൻ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്കായി. എൻ.ഡി.എ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ ഒരു മുഴം മുൻപേ എത്തിയപ്പോഴാണ് സിറ്റിംഗ് എം.പി ആന്റോ ആന്റണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നത്. ആദ്യഘട്ടത്തിലെ മന്ദഗതി മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആന്റോ നടത്തുന്നത്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ല രൂപീകരിച്ചെങ്കിലും മണ്ഡലമുണ്ടാകുന്നത് 27 വർഷത്തിന് ശേഷമാണ്. അതിനു മുൻപ് വരെ പത്തനംതിട്ട, റാന്നി മണ്ഡലങ്ങൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായും അടൂർ, കൊന്നി മണ്ഡലങ്ങൾ അടൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായും ആറന്മുള, കല്ലൂപ്പാറ, തിരുവല്ല, പന്തളം മണ്ഡലങ്ങൾ മാവേലിക്കരയുടെയും ഭാഗമായിരുന്നു. 1977 ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളും യു.ഡി.എഫിനൊപ്പമായിരുന്നെങ്കിൽ 1980 മൂന്നും എൽ.ഡി.എഫിനെ പിന്തുണച്ചു. 1984 ഇന്ദിരാ തരംഗത്തിൽ അടൂരും ഇടുക്കിയും യു.ഡി.എഫിനൊപ്പം നിന്നപ്പോൾ മാവേലിക്കരയിൽ എൽ.ഡി.എഫ് അട്ടിമറി വിജയം നേടി. പിന്നീടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികൾ മാറി മാറി കരുത്ത് തെളിയിച്ചു. എന്നാൽ 2009 മണ്ഡല പുനരേകീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിലെ ആന്റോ ആന്റണി 1,11,206 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ.ഡി.എഫിനെ കെ അനന്തഗോപനെ പരാജയപ്പെടുത്തി. പിന്നീട് കണ്ടത് ആന്റോ ആന്റണിയുടെ ഹാട്രിക് വിജയമാണ്. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലും പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിലുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലം പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ മണ്ഡലം കടുത്ത പോരാട്ടത്തിന് വേദിയായിരിക്കുകയാണ്.